മുന്തിരിത്തോട്ടങ്ങൾ വിശുദ്ധ ബൈബിളിലെ 3 പ്രധാന കാര്യങ്ങളോടാണ് മുന്തിരിത്തോട്ടത്തെ ഉപമിച്ചിരിക്കുന്നത്. 1 നമ്മുടെ ജീവിതം, 2 നമ്മുടെ കുടുംബം, 3 നമ്മുടെ സഭാജീവിതം. മുന്തിരിത്തോട്ടം ഏറ്റവും ഫലകരമായി വളരണമെങ്കിൽ, ഫലം കായ്ക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 9 കാര്യങ്ങളുണ്ട്. 1 നല്ല വക മുന്തിരി നടണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ നാമെ നട്ടുപിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഫലം ഉണ്ടാകുകയുള്ളൂ. 2 ഫലഭൂയിഷ്ഠമുള്ള മണ്ണായിരിക്കണം. ഏതൊരു സസ്യവും വളരണമെങ്കിൽ ആ മണ്ണ് ഏറ്റവും നല്ലതായിരിക്കണം. മുന്തിരി ചെടിക്കും ഏറ്റവും ഫലവത്തായി വളരണമെങ്കിൽ അതിന് അനുയോജ്യമായ മണ്ണിൽ വളരണം. 3 സൂര്യപ്രകാശമാണ്. മതിയായ സൂര്യപ്രകാശം മുന്തിരിവള്ളിക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് തലയെടുപ്പോടെ വളരുകയുള്ളൂ. നീതിസൂര്യനായിരിക്കുന്ന കർത്താവിൽ നിന്ന് ആത്മീയ പ്രകാശം പ്രാപിച്ചെങ്കിലേ നമുക്കും ആത്മീയമായി വളരുവാൻ, ശുശ്രൂഷയിൽ വളരുവാനും ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുവാനും കഴിയുകയുള്ളൂ. 4 മതിയായ നനവ് ഈ മണ്ണിന് ആവശ്യമാണ്. അമിതമായ മഴയോ അമിതമായ മഞ്ഞോ സാധ്യമല്ല. മഴയും മഞ്ഞും കുറയാനും പാടില്ല. മതിയായ അളവിലെ നനവ് ആവശ്യമാണ്. നമ്മയും ആത്മീയമായി വളർത്തേണ്ടതിനായി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം മതിയായ അളവിലും മതിയായ അനുഭവത്തിലും സ്വീകരിക്കേണ്ടതാണ്. 5 കാര്യം, മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി ആവശ്യമാണ്. കള്ളന്മാർ മുന്തിരിയുടെ ഫലം അപഹരിച്ചുകൊണ്ട് പോകും. കാട്ടുമൃഗങ്ങൾ, മറ്റ് കാട്ടുപന്നികൾ, മറ്റ് മൃഗങ്ങളൊക്കെ കയറുവാൻ, നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സഭയും ഒക്കെ നശിപ്പിക്കുന്ന ദുഷ്ട മനുഷ്യരിൽ നിന്ന്, ദുരുപദേശകരിൽ നിന്ന്, ദുഷ്ടജന്തുക്കളിൽ നിന്ന് നാം പരിപാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മതിയായ വേലി കെട്ടണം. ദൈവിക സംരക്ഷണത്തിനായി നാം പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം, പഴയകാലങ്ങളിൽ മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ഗോപുരം പണിതുയർത്തിയിരുന്നു. ഫലമൊക്കെ കായ്ച്ചു തുടങ്ങുമ്പോൾ, ഫലം അത് വളർന്ന് ഏറ്റവും പാകമാകുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ ഗോപുരങ്ങളിൽ കാവൽക്കാരെ ആക്കിയിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതം, കുടുംബം, സഭ തകരാതിരിക്കുവാൻ പ്രാർത്ഥനയുടെ ഗോപുരം നാം പണിത് ഉയർത്തണം. ശത്രുവിൻ്റെ വരവിനെ മനസ്സിലാക്കുവാൻ പ്രാർത്ഥന, സ്വർഗീയമായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. മറ്റൊരു കാര്യം, മുന്തിരി വളരണമെങ്കിൽ നല്ല വേലി കെട്ടിക്കൊടുക്കണം. നല്ല സപ്പോർട്ട് ആവശ്യമാണ്. കമ്പുകൾ കൊണ്ടോ മറ്റ് ബലമുള്ള കമ്പികൾ കൊണ്ടൊക്കെ പന്തലിട്ട് കൊടുക്കണം. ഇതുപോലെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തനിയെ നിന്നാൽ കഴിയത്തില്ല. നമുക്ക് കൂട്ടുകളും കൂട്ടായ്മകളും ആവശ്യമാണ്. നല്ല ആത്മീയ ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ആത്മീയ കൂട്ടായ്മകൾ, നല്ല ദൈവദാസന്മാരോടുള്ള കൂട്ടായ്മകൾ, ദൈവമക്കളോടുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ വളരുവാൻ കഴിയത്തുള്ളൂ. മുന്തിരിത്തോട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പ്രൂണിംഗ് ആണ്. മുന്തിരി ഏറ്റവും ഭംഗിയായി ഫലം കായ്ക്കണമെങ്കിൽ പഴയ ഇലകൾ, നേരത്തെ കായ്ച്ച കൊമ്പുകൾ, കായ്ക്കാതിരുന്ന കൊമ്പുകളൊക്കെ വേർതിരിച്ചറിഞ്ഞ് ഫലമില്ലാത്തത്, ശോഷിച്ചത്, ക്ഷീണിച്ചത്, പ്രയോജനമില്ലാത്തത്, ഫലം കായ്ക്കുവാൻ സാധ്യതയില്ലാത്തത്, അങ്ങനെയുള്ള ഇലകളും കൊമ്പുകളും ഒക്കെ മാറ്റിക്കളയണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദോഷകരമായ ചിന്തകൾ, ദോഷകരമായ കൂട്ടുകെട്ടുകൾ, ദോഷകരമായ ശീലങ്ങൾ, ദോഷകരമായ പ്രവർത്തികൾ സമയാസമയങ്ങളിൽ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ദൈവത്തിനായി ഫലം കായ്ക്കുവാൻ, കർത്താവിൻ്റെ സഭയിൽ ഫലം കായ്ക്കുവാൻ, സമൂഹത്തിൽ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൂണിങ് ആവശ്യമാണ്. ചെത്തി വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. 9 കാര്യം, ഏറ്റവും നല്ല രീതിയിൽ അധ്വാനിക്കണം. മടിയൻ്റെ മുന്തിരിത്തോട്ടം അത് വേഗത്തിൽ കളകൾ കയറും. ആ തൂവകൾ, കളകൾ വളർന്ന് മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കും. മടിയൻ്റെ മുന്തിരിത്തോട്ടത്തിന് ചുറ്റുമുള്ള വേലി പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കള്ളന്മാരും ദുഷ്ടജന്തുക്കളും യഥേഷ്ടം കയറി ഉള്ള ഫലത്തെ കൂടെ നശിപ്പിക്കും. നമ്മുടെ ജീവിതം, കുടുംബം, സഭ ഇത് മുന്തിരിത്തോട്ടത്തിന് സമാനമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ, പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സഭ മുന്തിരിത്തോട്ടമാണ്. യേശു പറഞ്ഞു, ഞാൻ നല്ല മുന്തിരിവള്ളിയാകും, നിങ്ങൾ കൊമ്പുകളാകും.
യേശു എന്ന നല്ല മുന്തിരിവള്ളിയിൽ വസിച്ചെങ്കിൽ മാത്രമേ കൊമ്പുകളാകുന്ന നമുക്ക് ശ്രേഷ്ഠകരമായ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ. ജീവൻ വരുന്നത്, ആത്മീയ ജീവൻ വരുന്നത് യേശുവിൽ നിന്നാണ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് വസിച്ച് കർത്താവിൽ നിന്ന് ആത്മീയ ജീവൻ പ്രാപിച്ച് അധികം ഫലമുള്ളവരായി, നല്ല ഫലമുള്ളവരായി, കൂടുതൽ ഫലമുള്ളവരായി, വിശിഷ്ട ഫലമുള്ളവരായി ഈ തലമുറയിൽ നമുക്ക് ജീവിക്കാം, കർത്താവിനായി പ്രയോജനപ്പെടാം. അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ.